ഒരു മാസത്തെ ഷോപ്പിംഗ് അല്ല കേട്ടോ. അതില്ല വാങ്ങിക്കോ. ഇവിടെ വന്ന് അങ്ങനത്തെ ഒരു തീവണ്ടിക്കും കയറാട്ടോ അങ്ങക്ക്. അല്ല ഇജ്ജ് പുറത്തൊക്കെ നിൽക്കുക. അപ്പൊ ചായ ഉണ്ടാക്കി തന്നൊന്നുമില്ലേ? വേണ്ട. ഇവിടെ എന്താ പരിപാടി? അല്ല ഞാൻ ചായ കുടിച്ചാന്ന് ചോദിച്ചില്ലല്ലോ. എന്താ പരിപാടി ഇവിടെ? ചോറോ? ചോറ് ഇപ്പൊ തന്നെ ഉണ്ടാക്കണേ? എത്ര സമയം അയക്കണത്? 11:30 മണിയോ? 11:30 നിന്റെ ചോറ് വെക്കണ? എന്ത് ചോറാ? അല്ല അജി കുഷ്ക പിന്നെ മുമ്പ് ഉണ്ടാക്കിക്കണോ ഇവിടെ? പെരീന്നോ? ചോറുമില്ല. ഇതിലെങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? കുഷ്ക എങ്ങനെ ഉണ്ടാക്കുക? അതാണ് റെഡി ആയിക്കൊണ്ടിരിക്കല്ലേ? പിന്നെ തക്കാളി, ചപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, ടീനേഴ്സ് 2 സ്പൂണ്, തൈര് ഇട്ട്, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് ടീ, 4 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ചിക്കൻ മസാല വേറെ കൂടെ നമുക്ക് ഈ തന്തൂരി ചിക്കൻ മസാല ഇട്ടിട്ട് ഉണ്ടാക്കാൻ സാധനം മതിയോ? തൈര് ഇങ്ങനെ പിച്ച. ഇത് ഈ മസാല ഇട്ടാ മതി. തന്തൂരി മസാല ഉണ്ടാക്കിയിട്ട് നമ്മള് തന്തൂരി പോലെ ഉണ്ടാക്കുക. അല്ല ഇതല്ലേ മറ്റെന്താ പറയാ കോളേജിൽ പോയാലോ? ഞാൻ വണ്ടി കേൾക്കാൻ ബക്കറ്റ് വേണ്ട? എടുക്കട്ടെ. അത് മതിയോ? കാണുന്നില്ലല്ലേ ഇതിന്റെ കൂടി? ഭയങ്കര ക്ലീനിങ് ആണ്. 2 ആഴ്ചയാണ് കഴിക്കിട്ട്. അവസാന ഘട്ടത്തിലേക്ക് എത്തി അല്ലയോ? 2ാമത്തെ ചായയാണ് അല്ലേ? എന്നത്തെ കിട്ടിയില്ലേ നിങ്ങളെ ചായ? ചിക്കൻ ഞായറാഴ്ച ആയ തീരുവില്ലല്ലേ? ശരിക്കും പറഞ്ഞാൽ ആകെ ഞായറാഴ്ച ആവുമ്പോ നമുക്ക് വെറുതെ എടുക്കാൻ വിചാരിച്ചു. അന്ന് വരെ ഫുള്ള്. അതിന് ബാക്കിയുള്ള ദിവസം ഒഴിവില്ലാത്തോണ്ടാണ് പ്രശ്നം. അങ്ങനെ ഞങ്ങൾ ഡിമാർട്ട് എത്തി. ഇവിടെ ആദ്യമായിട്ടല്ലേ നമ്മൾ ഇത്രയും തിരക്കുറഞ്ഞാണ്ട് കാണുന്നത്? പകലല്ല, ഇന്ന് നട്ടുച്ചക്കാണ് മറ്റേ ഷോപ്പിംഗ് കാരണം വന്നിക്കണ അങ്ങോട്ടേ. പക്ഷെ എന്നാലും ഉണ്ട് കേട്ടോ വണ്ടികളൊക്കെ. പക്ഷെ ആ സൈഡില് സാധാരണ ആ സൈഡിലൊക്കെ ഫുള്ള് നമുക്ക് ബൈക്കുകളൊക്കെ ഈ സൈഡിലൊക്കെ ഫുള്ള് നിറഞ്ഞിട്ടുണ്ടാവും അല്ലേ? പക്ഷെ അവിടെ നിന്ന് ഇപ്പൊ ഇപ്രാവശ്യം അവിടെ അല്ല, വെറും ഈ കാണുന്ന ഈ കാറാള് മാത്രമേ തന്നെ ഉള്ളൂ. വീഡിയോ എടുക്കണ്ട. പക്ഷെ അതിന് മാത്രം സാധനം മേടിച്ചിട്ടില്ലല്ലോ. ഇന്ന് പെട്ടെന്ന് ഇറങ്ങിയല്ലോ. സാധാരണ നമ്മള് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറോളം അതിന്റെ മുകളിൽ നിൽക്കും അല്ലേ? ഇന്ന് 10 മിനിറ്റ് 15 മിനിറ്റ് കണ്ടായിട്ടുള്ളൂ അല്ലേ? ഞാൻ അടുത്ത് ഇതിക്ക് പോവാ, സൂപ്പർ മാർക്കറ്റിൽ പോവാം. ഒരു കൊട്ടോണ്ടാണ് ഇറങ്ങി കഴിഞ്ഞാലേ ഫുള്ള് നിറച്ചിട്ടേ നിൽക്കുള്ളൂ. കണ്ടോ? കയ്പങ്ങ വെച്ചാണ്ട് അനക്കോണേ കഴിക്കോ? പച്ചക്കറികൾ നിറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി ഒരു മാസത്തെ ഷോപ്പിംഗ് ഇല്ല കേട്ടോ. അതില്ല വാങ്ങിക്കോ. എന്താ എടുത്തോ? ഏകദേശം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ബില്ലാക്കട്ടെ. പാവം സാധനങ്ങൾ വാങ്ങി ക്ഷീണിച്ചു. സാധനങ്ങളെല്ലാം എടുത്തു വെക്കാണല്ലേ?
ഓ കൊറേ സാധനം കിട്ടിക്കണല്ലോ എനിക്ക്. ഒരു ലോഡ്. ഇനി എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാം, പിന്നെ മൈദ കൊണ്ട് കടിയാൾ ഉണ്ടാക്കാം. ഇനി സാധനങ്ങൾ ഇല്ലാന്ന് പറയരുത് അവിടെ. ഇനി പൊറാട്ട ഒക്കെ ഉണ്ടായിക്കൊണ്ടേ. ലൈറ്റ് ഒന്നും ഇല്ലല്ലോ ഇവിടെ, ഇട്ടേക്കണല്ലോ. മൂടിക്കണല്ലേ, കുറച്ച് വേണ്ട ചാൻസ് ഉണ്ട് തോന്നുന്നു അല്ലേ. വെയില് പോയതാ. ഫൺ സിറ്റി മാൾക്ക് പോയാലോ? ഒന്ന് പോണോ? ഭംഗിക്കണോ? ഇതൊക്കെ നേരെ ആയിക്കോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ പോവാം, അല്ലെ പിന്നെ അടുത്ത ആഴ്ച വേണം നോക്കാല്ലേ. ആദ്യം ഞാൻ ഒന്ന് കിടന്നാലോ? കിടന്നാലോ? ഒന്ന് കുറച്ചേരം കിടക്കട്ടെ. കുറച്ചേരം ഒരു അരമണിക്കൂർ. ഓക്കെ, അരമണിക്കൂറായിട്ട് വിളിച്ചെന്ന്. അപ്പൊ തീരുമാനിച്ചേ പോണോ പോണ്ടേ, ഫൺമാൾക്ക് പോണോ പോണ്ടേ. ചൂടാണ്. കയ്യോന്നല്ലേ? ആരാ കടന്നുറങ്ങിയത്? ഞാൻ ഉറങ്ങാൻ പോവാറിഞ്ഞിട്ട് ഒരാൾ ഉറങ്ങണല്ലോ അല്ലേ? ഉറങ്ങണ്ട് എന്ന് പറഞ്ഞോണ്ടല്ലേ. ശരി എന്നാ. അപ്പൊ നമ്മള് എന്താ മാളിന്റെ പേരെന്താ അറിയോ? ഫൺ റിപ്പബ്ലിക് മാൾ. ഇല്ല തോന്നുന്നു അല്ലേ? ഇല്ല തോന്നുന്നുണ്ട്. അവിടെ പോയോക്കെ നമുക്ക്. ഇവിടെ വലിയ ബാംഗ്ലൂരത്തെ മരുന്ന് അങ്ങനെ മാളുകളില്ലല്ലോ, കുറവല്ലേ? ഇല്ലല്ലോ. മൂന്നെണ്ണൊക്കെ ഉള്ളു. വാതിലടിയാണ് ലോക്ക് ചെയ്തോ. ബാംഗ്ലൂരിൽ നമുക്ക് ഇഷ്ടംപോലെ മാളാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ആകെ മൂന്നെണ്ണൊക്കെ നല്ലേ ഉള്ളു തോന്നുന്നു കേട്ടോ. ഞങ്ങൾ ഇതിൽ പോയോക്കട്ടെ ഏതായാലും. വെറുതെ അല്ലേ? ഓക്കെ, ഇനി പ്രത്യേകിച്ച് പേരിടുന്നില്ല കേട്ടോ. ഇനി മാള് പോവാ, ഇതൊക്കെ തന്നെ ഉള്ളു. പിന്നെ വന്നിട്ട് നല്ലോണം ഉറങ്ങാം കേട്ടോ. ഉറക്കാൻ പിന്നെ ഉണ്ട് ഇപ്പൊ തന്നെ. അതാ ഹെൽമെറ്റ് എടുത്തിട്ടില്ല. ഹെൽമെറ്റ് വേണം. ഹെൽമെറ്റ് എടുത്തിട്ടോ. ചാടിക്കളിച്ച് പോയി. ചാടിക്കളിച്ച് പോയി. എന്താ നിങ്ങള് മേപ്പെട്ട വെക്കണേ? ഇത് ഞങ്ങള് ഇതിന് മുമ്പ് വന്ന പെട്ട ഇതാണല്ലേ. ഒരു തേങ്ങയില്ല ഇതില്. ഒന്നുമില്ല, മാൾക്കത് വെറുതെ പോയി വരാം കേട്ടോ. സാരില്ല, ഇവിടെ വലിയ മനുഷ്യന്മാരും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. ഇതില് നല്ല നമ്മളെ പെരുന്തവണ്ണുണ്ട്. എന്തായാലും വന്നില്ലേ ചിലപ്പോ ഇതിന്റെ ഉള്ളിൽ സെറ്റപ്പ് ആയിക്കണെങ്കിലോ. നമ്മള് വന്നപ്പോ ഒന്നും ഉണ്ടായില്ല. അന്ന് മോനും വിലക്ക് വന്നപ്പോഴല്ലേ നമ്മള് വന്നത്. അന്നൊന്നും ഉണ്ടായില്ല. ചെല്ലിഞ്ഞ് റെഡി ആയിക്കണെന്ന് അറിയില്ലല്ലോ. പോയാലോ? എവിടെ? എന്താ പറഞ്ഞേ, എല്ലായിടത്തും കമ്മിങ് സൂൺ ഒക്കെയാണ്. പക്ഷെ എന്നാലും ഫുഡ് കോർട്ട് പറഞ്ഞാല് ഇതുണ്ട് അവിടെ. എൻട്രൻസിന് അവിടെ മെക്ഡൊണാൾഡ്സ് ഇല്ലേ? മെക്ഡൊണാൾഡ്സ് ഉണ്ട്. സൂഡിയോ ആക്കണ താഴത്ത് സൂഡിയോ ഉണ്ട്. ട്രെൻഡ്സ് ഉണ്ട്, മാക്സ് ഉണ്ട്, പാൻഡലോൺസ് ഉണ്ട്, ബാറ്റ, ബാർബിക്യൂ നാഷൻ ഉണ്ട് മുകളില്. മറ്റേ മാളിന്റെ ഒന്നും പോലെ സെപ്പറേറ്റ് ഫുഡ് കോർട്ട് ഇല്ല. ആ മെയിൻ പ്രശ്നം അല്ലേ. ഐസ്ക്രീം ഫൺ എന്നൊക്കെ പറഞ്ഞിട്ടേ, ഫൺ റിപ്പബ്ലിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫണ്ണും ഇവിടെ കാണില്ല കേട്ടോ. ഫണ്ണൊന്നുമില്ല. ഒരു മാള് ചുമ്മാ വരിക, ഇരിക്കാൻ സ്ഥലമല്ല. അതാ മെയിൻ പ്രശ്നം. ഇരിക്കാൻ പറ്റില്ല കണ്ടോ. പിന്നെ വെറുതെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടേ ഒരാള് ഫുള്ള് തപ്പാണ്. കളക്ഷൻ ഉണ്ടോ നോക്കട്ടെ എന്നൊക്കെ വെറുതെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി, ഇപ്പൊ ഞാൻ പോസ്റ്റായി. ഇവിടെ മാക്സി ബൈ ഇതിലൊക്കെ കയറിയാണ്ട് കളക്ഷൻ ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കയറാണ്. ഇങ്ങനെ നോക്കണ്ടേ ഓരോരുത്തരുടെ സൈസ് എത്ര എന്നൊക്കെ ചോദിച്ചിട്ടോ. കൂടുതൽ തെരച്ചിലിനായി ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലോട്ടുള്ള യാത്രയിലാണ് ഗൈസ്. ഇവിടെ ഇത് കാര്യമായിട്ട് ഇവിടെ ട്രെൻഡ്സിന് അടിയില് മാക്സ് ആ സൈഡിലുണ്ടോ? ഓക്കെ, ഇതെന്താ അറിയോ, ഇതിപ്പോ കുഴപ്പമൊന്നുമില്ല. പർച്ചേസിങ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ തന്നെ, ഇവിടെ റൈറ്റ് സൈഡിലല്ലേ. ഇവിടുന്ന് നമ്മള് നോക്കി കൊയങ്ങാണ്. ഇവിടെ ഇരിക്കാനൊക്കെ ഗ്യാപ്പുകളുണ്ട് കേട്ടോ. ഈ മാക്സ് ഒരു വാം കളർ കൊടുത്ത് രസമുണ്ടല്ലോ അല്ലേ. ഇവിടെ വന്ന അങ്ങനത്തെ ഒരു തീവണ്ടിക്കും കയറാട്ടോ. അങ്ങനത്തെ ഫുൾ മജ ഫുൾ ഫൺ റിപ്പബ്ലിക്. പിന്നെ നാത്തങ്ങൾ കണ്ട ട്രെയിൻ അത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അല്ലേ. നല്ലൊരു ട്രെയിനായിരുന്നു അല്ലേ. അപ്പോൾ ഇനി അതെ അപ്പോൾ നമ്മളെ യാത്രകൾ ഇത്ര ഉള്ളൂ. യാത്രകൾ നല്ല ഇന്നത്തെ പരിപാടി ഇത്ര ഉള്ളൂ. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. സബ്സ്ക്രൈബ് നിങ്ങൾ ആരും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ചെയ്യുക. ഷെയർ ജോലി വേണമെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.
ബൈ ബൈ.